ക്രൂശ് കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാത്യാഗത്തെ. ക്രൂശ് കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പർപ്പസ് അഥവാ ദൈവിക ഉദ്ദേശം. ദൈവിക ഉദ്ദേശത്തിൽ ഉറച്ചുനിന്ന് പ്ലാൻ ചെയ്യുകയും പ്രവർത്തിക്കുകയുമാണ് ജീവിത വിജയത്തിന്റെ ദൈവിക സൂത്രവാക്യമെന്ന് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ് ഷാർജ സ്കൂൾ ഓഫ് മിനിസ്ട്രിയിലെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു ഭാഗത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ് ഈ അനുഗ്രഹീത സന്ദേശം. ഇതിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പണിതെടുക്കുവാൻ ഇടയാകട്ടെ. ശ്രദ്ധയോടെ നമുക്കിപ്പോൾ ഈ സന്ദേശം ശ്രവിക്കാം. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. എത്രയോ സന്തോഷമാ ദൈവിക കുടുംബം ഒന്നിച്ചു ചേരുമ്പോൾ. ആമേൻ. കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചേരുകയാണ്. ആമേൻ. എന്തിനാണെന്നറിയാമോ? അപ്പന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ആലോചനകളും ഒക്കെ അറിഞ്ഞ് ആമേൻ ഈ ഭൂമിയിൽ അത് ചെയ്തു കൊടുക്കുവാൻ. ഹല്ലേലൂയ. നമുക്ക് വേറൊരു ലക്ഷ്യവുമില്ല, പിതാവിന്റെ ഇഷ്ടം. ആമേൻ. ദ വിൽ ഓഫ് ഫാദർ. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും ആമേൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കടന്നു വന്ന എല്ലാ ചലിക്കുന്ന ദേവാലയത്തിനും. നമ്മൾ ഭൂമിയിൽ ചലിക്കുന്ന ദേവാലയമാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ആമേൻ. ഗോഡ്സ് ബിസിനസ് ഇൻ ഹ്യൂമൻ ബോഡി. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്വാഗതം അറിയിക്കുകയാണ്. സ്കൂൾ ഓഫ് മിനിസ്ട്രിയിലേക്ക് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ആമേൻ. സ്കൂൾ ഓഫ് മിനിസ്ട്രി എന്താണ്? പുതിയതായിട്ട് കടന്നു വന്ന ജനത്തിന് ഒരുപക്ഷെ അറിഞ്ഞുകൂടായിരിക്കും എന്താണ് സ്കൂൾ ഓഫ് മിനിസ്ട്രി. സ്കൂൾ ഓഫ് മിനിസ്ട്രി എന്ന് പറയുന്നത് മറ്റ് ഒരു മിനിസ്ട്രിയെയും ഭൂമിയിലുള്ള കർത്താവിന്റെ മിനിസ്ട്രി എതിർക്കുന്നതല്ല. പകരം ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് ജനത്തെ മനസ്സിലാക്കുക. ആദ്യം അനേകർ നിർമ്മലരായ നല്ല ഹൃദയമുള്ളവരുണ്ട്, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷേ അവരൊരു നല്ല കമ്പ്യൂട്ടർ പോലെയാ, പ്രോഗ്രാം ഇല്ലാത്ത കമ്പ്യൂട്ടർ. ആമേൻ. ആ നല്ല വ്യക്തികളുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ ആലോചന, പ്രോഗ്രാം ഇട്ടുകൊടുക്കുന്നു. ആമേൻ. എന്നിട്ട് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണതെന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നു. അതിന് ചില പ്രാക്ടിക്കൽ ടിപ്പുകളും ഇവിടെ മനസ്സിലാക്കി തരുന്നു. തുടർന്ന് അവര് ലോകത്തിലേക്ക് പോയി ഫലം പുറപ്പെടുവിക്കണം. ആമേൻ. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതൊരു സഭാ ശുശ്രൂഷയല്ല, പകരം ആമേൻ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ഇവിടെയുള്ള സഭകളിലേക്ക് കർത്താവ് യേശുവിന്റെ ദിവ്യ സ്വഭാവവും അതോടൊപ്പം തന്നെ ശക്തിയും ഉള്ള യേശുവിനെ പോലെയുള്ള വ്യക്തികളെ ഇറക്കി വിടുക. നമ്മുടെ ഉള്ളിൽ ക്രിസ്ത്യാനിരൂപമായ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ആമേൻ. ആ മനുഷ്യനെ പുറത്തിറക്കുക. യൂദാ ഗോത്രത്തിന്റെ സിംഹമായ യേശുവിനെ അതേ സ്വഭാവത്തിലും ശക്തിയിലുമുള്ള കുഞ്ഞുങ്ങളെ സ്കൂൾ ഓഫ് മിനിസ്ട്രി എന്ന ഗർഭപാത്രം പ്രസവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കും. ആമേൻ. ഇതാണ് സ്കൂൾ ഓഫ് മിനിസ്ട്രിയിൽ ചെയ്യുന്നത്. ഇതിന്റെ യോഗ്യതകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ ലോകത്തിലെ ഒരു യോഗ്യതയുമല്ല. ആമേൻ. പ്രീ ഡിഗ്രി പാസ്സാകണമെന്നോ അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ BTH കഴിയണമെന്നോ ഒന്നുമില്ല. കാരണം പത്രോസ് BTH കഴിഞ്ഞു. എത്ര ക്ലാസ് വരെ പഠിച്ചു? അപ്പോ ഈ ലോകത്തിലെ എഡ്യൂക്കേഷൻ കൊണ്ട് കർത്താവിന്റെ പേരിൽ ഒരു പരിപാടി നടക്കത്തില്ല. പകരം ഒരു ക്വാളിഫിക്കേഷൻ ഇതിൽ വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? സ്വന്തം മഹത്വം വേണ്ടാത്തവർ. മറ്റൊന്ന്,
ലാഭേച്ഛ വേണ്ടാത്തവർ. ആമേൻ, ഹല്ലേലൂയ. പകരം കർത്താവിന് വേണ്ടി ജീവിക്കാനും തുടർന്ന് മരിക്കാനും സന്നദ്ധതയുള്ള ഒരു ഹൃദയം, മനസ്സ് ഉള്ളവരാണ് ഇതിന് യോഗ്യതയുള്ളവർ. മാത്രമല്ല, ഇതിന്റെ അവസാനം, ശുശ്രൂഷയുടെ അവസാനം ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമ്മൾ പവർ പാർട്ട് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. ആ പാർട്ടിന്റെ ഒരു ഭാഗം നമ്മളൊരു 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറോട് കൂടി ആയിരിക്കും. അത് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ദാനമാണ്. ഇവിടുത്തെ സർട്ടിഫിക്കറ്റിനേക്കാളും ഹെവൻലി സർട്ടിഫിക്കറ്റിന്റെ ദാനം. ആമേൻ. ഒരു ഇമ്പാർട്ടേഷൻ സർവീസ്. ആമേൻ. ഒരു 1 വീക്ക് ഫാസ്റ്റിങ്ങോട് കൂടിയായിരിക്കും ആ ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോകും. അത് ലാസ്റ്റ് പാർട്ടായിട്ട് വരും. പക്ഷെ അതിന് ആർക്കൊക്കെ സർട്ടിഫിക്കറ്റ് തരണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി അല്ല, ഹെവൻലി യൂണിവേഴ്സിറ്റിയാണ്. ആമേൻ, ആമേൻ. ഉയർച്ചയാണ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത്. ഉയർച്ചയുടെ രഹസ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉയർച്ചയ്ക്കുള്ള രഹസ്യം എന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത. നീ അല്പത്തിൽ വിശ്വസ്തനായാൽ നിന്നെ അധികത്തിൽ വിചാരകനാക്കുവാനായിട്ട് ഇടയാകും. ഹെവൻലി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ വിശ്വസ്തത സ്വർഗീയ ഗവൺമെന്റ് തെളിയിക്കണം. ആമേൻ. അങ്ങനെയെങ്കിൽ മോശ കൈവച്ചപ്പോൾ ജോഷുവ ജ്ഞാനപൂർണനായതുപോലെ, പൗലോസിന്റെ കഴിവ് തിമോഥിയോസ് പ്രാപിച്ചതുപോലെ, ആമേൻ, പലരും പലതും പ്രാപിക്കാനിടയാകും. പക്ഷേ നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരെങ്കിൽ ദൈവം അത് ചെയ്യും. അത് ഇവിടുത്തെ ഒരു ദൈവദാസനും തരാൻ പറ്റില്ല, ദൈവം തരുന്നില്ല എങ്കിൽ. നല്ല കർത്താവിനെ സേവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകി. സുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണ്. ഹല്ലേലൂയ. നമ്മൾ ആ മൊത്തം സിലബസിനെ 3 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നു: പർപ്പസ്, പ്രോസസ് ആൻഡ് പവർ. ഇത് ഈ ലോകത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അല്ല. പകരം മുട്ടിന്മേൽ നിൽക്കുമ്പോൾ ദൈവാത്മാവ് തരുന്ന ദൈവത്തിന്റെ ജോലി ഈ ഭൂമി ചെയ്യുവാൻ വേണ്ടിയാണ് ഈ സിലബസ് ക്രമപ്പെട്ടിരിക്കുന്നത്. ആമേൻ. അപ്പോൾ ആ ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. എങ്കിൽ നമുക്ക് ശുശ്രൂഷയും നമ്മൾ തളർന്നു പോകാതെ, നമ്മൾ മനസ്സ് മടുത്തു പോകാതെ ആ ഭാഗങ്ങളിലേക്കെല്ലാം കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് കിട്ടിയ പേപ്പറിന്റെ 2nd പാർട്ടിലാണ് നിങ്ങളുടേതായ സിലബസ് ഉള്ളത്. അതിൽ പർപ്പസ്, പ്രോസസ്, പവർ. പർപ്പസ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമില്ലാതെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ലക്ഷ്യം മനസ്സിലാക്കും, ഉദ്ദേശം മനസ്സിലാക്കും. തുടർന്ന് ആ ഉദ്ദേശത്തിന് വേണ്ടി എങ്ങനെ പ്രോസസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തുടർന്ന് ആ ഉദ്ദേശം നടപ്പിലാക്കാനുള്ള ശക്തി നമ്മൾക്ക് സ്വയമേ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. അത് ദൈവം തന്നേ പറ്റൂ. അത് ദൈവം തരുവാൻ തക്കവണ്ണമുള്ള എന്തെല്ലാം യോഗ്യതകൾ നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കി അതിനായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. തുടർന്ന് നമ്മൾ ഇതിന്റെ ഇടയിലും തുടർന്നും നമ്മൾ ലോകത്തിലോട്ട് പോയി ഫലം കായ്ക്കുകയും ആവശ്യമാണ്. സ്തോത്രം. നമ്മൾ ഇപ്പോൾ പർപ്പസ് പാർട്ടിലേക്ക് കടക്കുവാനായിട്ട് പോവുകയാണ്. എന്താണ് പർപ്പസ്? ദ റീസൺ ഫോർ വിച്ച് സംതിങ് എക്സിസ്റ്റ്. എല്ലാറ്റിനും നിങ്ങൾക്ക് നോട്ട് എഴുതുന്നവർക്ക് അത് എഴുതാൻ കഴിയും. ദ റീസൺ. പർപ്പസിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഒരു കാര്യത്തിന്റെ ഉദ്ദേശം, ഒരു മെറ്റീരിയൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ കാരണമാണ് പർപ്പസ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ട് അത് ഒരു തുണിയായിരുന്നു മുൻപ്. അതൊരു ഷർട്ടാകാൻ കാരണം അതിന്റെ പുറകിൽ ഒരു പർപ്പസ് ഉള്ളത് കൊണ്ടാണ്. ആമേൻ. നിങ്ങൾ ഇപ്പോ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് അതവിടെ കെട്ടുവാൻ കാരണം അതിന്റെ പുറകിൽ നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടായതുകൊണ്ടാണ്. ശരിയല്ലേ? നിങ്ങൾ ഇരിക്കുന്ന ചെയർ അതിന്റെ കമ്പനിക്കാരുണ്ടാക്കാൻ കാരണം അതിന്റെ പുറകിൽ ഒരു പർപ്പസ് ഉണ്ടായതുകൊണ്ടാണ്.
ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതിന്റെയും കാരണം അതിന്റെ പുറകിൽ നമ്മളെ അയച്ച വ്യക്തിക്ക് ഒരു പർപ്പസ് ഉള്ളത് കൊണ്ടാണ്. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ മനുഷ്യരായ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അങ്ങോട്ടേക്കൊന്നും തുറന്നിട്ടുമില്ല. ആമേൻ, ഹല്ലേലൂയ. ആ പർപ്പസിന്റെ പേരാണ് ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഇഷ്ടം. ആമേൻ. നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് ദൈവത്തിന് ഇഷ്ടമുണ്ട്. നമുക്ക് നമ്മളെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട്, ശരിയല്ലേ? ഇല്ലേ? ആമേൻ. നമുക്ക് നമ്മളെക്കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെയാണ്. എനിക്ക് ആ മണിമാളിക തീർക്കണം, അല്ലെങ്കിൽ ആ വിഷയം തീർക്കണം, ഈ കാര്യം തീർക്കണം, സ്വപ്നങ്ങളുണ്ട്. പക്ഷേ നമ്മളെ അയച്ച ദൈവത്തിന് നമ്മളെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട്. ആമേൻ, ആമേൻ. ആ സ്വപ്നമാണ് നമ്മളെക്കുറിച്ചുള്ള പർപ്പസ്. ഹല്ലേലൂയ. എന്തിന്റെയും പുറകിൽ, ഏത് മനുഷ്യനായാലും മെറ്റീരിയൽ ആയാലും അതിന്റെ പുറകിലുള്ള ഉദ്ദേശമാണ് പർപ്പസ്. ഈ പർപ്പസ് അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ ആ പർപ്പസ് അറിയാത്ത മെറ്റീരിയലിനെ നശിപ്പിക്കും. പർപ്പസ് അറിഞ്ഞില്ല എങ്കിൽ പർപ്പസ് അറിയാത്ത മെറ്റീരിയലിനെ നമ്മൾ നശിപ്പിക്കും. ഹല്ലേലൂയ. ചെറുനാളില് അന്നൊക്കെ VCR ഇറങ്ങണ സമയമാണ്. ആരുടെ ഈ വീട്ടിലില്ല. പപ്പ എവിടെന്നോ തപ്പി പിടിച്ചൊരു സെക്കൻഡ് ഹാൻഡ് VCR വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ അന്ന് ടെക്നിക്കലായിട്ടൊക്കെ പഠിച്ച് തുടങ്ങുന്ന സമയമാണ്. പപ്പ അത് വീട്ടിൽ കൊണ്ടുവന്നു. ഓക്കെ, കൊള്ളാം. അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? പപ്പയും മമ്മിയും ജോലിക്ക് പോയ സമയത്ത് ഇതില് ഞാൻ ഇലക്ട്രോണിക്സിനല്ലേ പഠിക്കുന്നേ, എങ്കിൽ ഇത് ഇലക്ട്രോണിക്സ് അല്ലയോ, ഇതിലൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ അതിൽ കയറി അവിടെ ഇവിടേക്കൊന്ന് കുത്തി. ശരിക്കും പറഞ്ഞ എനിക്ക് ഇതിന്റെ പർപ്പസ് അറിഞ്ഞുകൂടായിരുന്നു. അവിടെ ഇവിടെ എല്ലാം കുത്തി. പിന്നെ ഞാൻ നോക്കുമ്പോൾ സാധനം വർക്ക് ചെയ്യുന്നില്ല. എങ്കിൽ അതിന്റെ പുറകിലത്തെ കവർ അഴിക്കാം. കവർ അഴിച്ച് ഞാൻ സ്ക്രൂ അഴിച്ച് പുറത്തിറക്കി. എന്റെ കയ്യിലുണ്ടായ മൾട്ടിമീറ്റർ ഉണ്ട്, അവിടെ ഇവിടെയും കുത്തി. അതോടുകൂടെ മൊത്തം ഔട്ടായി. ശ്രദ്ധിക്കുക, നമുക്ക് ഒരു സാധനം ഉപയോഗിക്കുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് അറിഞ്ഞില്ല എങ്കിൽ വി വിൽ അബ്യൂസ് ദാറ്റ്. നമ്മൾ അത് തിന്മയായി ഉപയോഗിക്കുകയും അത് തകരാറിലാകുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. മനസ്സിലാകുന്നു? ഇതേപോലെ തന്നെ ദൈവം നമ്മളെ എന്തിനാണ് ഭൂമിയിൽ വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല എങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. ആരാ സ്വർഗരാജ്യം അവകാശമാക്കുന്നത് എന്നാണ് വചനം പറയുന്നത്? നിന്റെ ഇഷ്ടം, പർപ്പസ് ചെയ്യുന്നവനാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ നാമത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ എന്താ കൊടുത്തിട്ടുള്ളൂ? അധികാരം കൊടുത്തിട്ടുള്ളൂ. ആ അധികാരം നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നവരെ ദിനംതോറും സ്വർഗത്തിലല്ല ചേർത്തെ, സഭയോട് ചേർത്തു. തുടർന്ന് സഭ എന്ത് ചെയ്യണം? ഒരു വിജയം പ്രാപിക്കണം. ഞാൻ കൽപ്പിച്ച പ്രവൃത്തി നീ അവസാനത്തോളം ചെയ്യണം. അതായത് നീ എന്റെ ഇഷ്ടം ചെയ്യണം. ജയിച്ചില്ലെങ്കിലോ